ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവരും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ ഒരു ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇറച്ചി വെള്ളത്തിലിട്ട് വെച്ചാണ്, നമുക്കതൊന്ന് മുറിച്ചെടുക്കണം. പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാണ്ടേനി, അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡ്ഷീറ്റിനെ കുറിച്ച് കുറച്ച് ആളുകളൊക്കെ സംശയം ചോദിച്ചിനി, ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനു, ഭയങ്കര വലിയൊരു ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. 400 രൂപക്ക് 2 ബെഡ്ഷീറ്റും 4 പില്ലോ കവറൊക്കെ വരുന്ന സെറ്റല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ കുറേ ആളുകൾ ഞാൻ വാങ്ങി 1-2 തിരുമ്പൽ തന്നെ ആകെ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു. ചിലർ പറഞ്ഞു ഇനി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി ബെഡ്ഷീറ്റാണ് എന്നും പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ മീഷോക്കാരിഞ്ഞിപ്പോൾ എന്താ, പലർക്കും പല രീതിയിൽ ഓല് അയച്ചു കൊടുക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ ബെഡ്ഷീറ്റ് 2 പ്രാവശ്യം തിരുമ്പി. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വലിയൊരു ക്വാളിറ്റി എന്ന് പറയാനില്ല, പക്ഷേ ഭയങ്കര മോശമാണ് എന്നും പറയാനില്ല. ഭയങ്കര പിന്നൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു 3-4 പ്രാവശ്യം കൂടി അലക്കുമ്പോൾ എന്താണാവോ അവസ്ഥ. അപ്പോൾ ഒരു 3-4 തിരുമ്പലും കൂടി തിരുമ്പിയാൽ അറിയുണ്ടാവും എന്താണ് ശരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ തൽക്കാലികം ഞാനിതിൻ്റെ ലിങ്കൊന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് തന്നെ വന്നിക്കണ്. കുട്ടികൾക്ക് സ്കൂൾക്ക് ഉപ്പേരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ബീട്രൂട്ട് അരിഞ്ഞ് അതൊരു ഉപ്പേരിയാക്കി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ പാത്രം ഇനിയും മാറ്റിയില്ലേ നിങ്ങൾ കമൻ്റ് ഇടയിൽ കേട്ടോ, ഞാൻ മാറ്റിക്കോളാം. സമയമെടുത്ത് സാവധാനം ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടു കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പോട്ടെ. അപ്പോൾ വേഗം ഞാൻ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ സ്കൂള് കൂട്ടിയതിന് ശേഷം പിന്നെ വാങ്ങലേ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. മറ്റേതാകെ 2 ഇവിടുന്ന് വിത്തറലില്ല, എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കണം. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉള്ളത് വെച്ചിട്ട് ഞാൻ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിനല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വക കട്ട് ചെയ്യൽ വലിയ അറിവില്ല കേട്ടോ നമുക്ക്. ഞാൻ എപ്പോഴും കാലുമ്പോൾ കത്തി വെച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് കട്ട് ചെയ്തെടുക്കൽ കേട്ടോ. പക്ഷേ ഇതേ നല്ല വെള്ളം പോലെയാണ്. ഇപ്പം ഞാനതും കൊണ്ട് ഇവിടെ നിലത്തിരുന്നിട്ടുണ്ടെങ്കിൽ സെനമോന് വന്നേ പിന്നെ ആകെ അകം മൊത്തം ഒരു ബീഫിൻ്റെ ആകെ സുവിശേഷീകാരം, പിന്നെ എറുമ്പായി അങ്ങനെ പലതും ആവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ വേഗം കട്ട് ചെയ്ത് കേട്ടോ. അപ്പോഴേക്കും മക്കളെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം കൂട്ടാനൊക്കെ ആക്കി കൊടുത്ത് ഓൾക്ക് സ്കൂൾക്കില്ല അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി 2 ആൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ പാത്രത്തിലൊക്കെ അത്യാവശ്യത്തിന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി താത്താക്ക് ഇത് കൊണ്ടേ കൊടുത്ത കുട്ടി, കാക്കൂന് അജു കാക്കു കൊണ്ടേ കൊടുത്ത, ഇത് നീ കാക്കാക്ക് കൊണ്ടേ കൊടുത്ത. വെള്ളം ഞാൻ ആക്കട്ടെ എന്നിട്ട് തരേ ആക്കട്ടെ കേട്ടോ. താത്ത എവിടെയാണ്? അതിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ കൊടുക്ക്. എന്നാ കാക്കൂന് കേട്ടോ, ആർക്കാണ്? കാക്കൂന്. കാക്കു ഫുള്ളാണോ? കൊണ്ടുവരേ. അപ്പോൾ അജുവിന് വെള്ളം അത്ര പോരാ, കുറച്ചുകൂടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അജു അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ആളാണ്. പക്ഷേ നിയമോള് നേരെ തിരിച്ചും കൊണ്ടുപോണ വെള്ളം ചില ദിവസം അതേപോലെ തിരിച്ചു കൊണ്ടും. അപ്പം ഞാൻ അതിന് ചീത്ത പറയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞു വരും. കുടിച്ചലുണ്ടോയെന്ന് ആൾക്കറിയാം.
ഞാൻ പിന്നെ എൻ്റെ സമാധാനത്തിന് കുറച്ചാണ് ആക്കി കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുടി കെട്ടുന്ന അങ്കാണ്. മുടി കെട്ടുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു അങ്കാണ്. കാരണം ഞാൻ കെട്ടുമ്പോൾ ഓക്ക് പറ്റൂല, അതിൻ്റെതാണ് മുഖത്ത് കാണാനുള്ളത് കേട്ടോ. അത് ഓക്ക് വേറെ രീതിയിലാണ് കെട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതായാലും ഞങ്ങൾ ഒരു വിധത്തിൽ ഒപ്പിച്ച്. ഓക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ കെട്ടിക്കൊടുത്തത്. ഞാനൊരു വിധത്തിൽ, എനിക്കാണെങ്കിൽ ഭയങ്കര വലിയ ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കാൻ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ടൊരു കെട്ടൊക്കെ കെട്ടിക്കൊടുത്ത്. ഓക്ക് വലിയ തെറുപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതായാലും സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടോ. ഒരാൾ യൂണിഫോമും ഒരാൾ കളർ ഡ്രസ്സും ആയത് എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് യൂണിഫോം അങ്ങനെ നിർബന്ധമായിട്ടില്ല കേട്ടോ. കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി എന്നാണ്. അജുവിന് പിന്നെ യൂണിഫോം ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ യൂണിഫോം ഇപ്രാവശ്യം രണ്ടാക്കും അടിച്ചേണ്ടി വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം രണ്ടാക്കും പുതിയ യൂണിഫോമുകൾ അടിച്ചത് കൊണ്ട്. അപ്പോൾ പിന്നെ അജുവിന് യൂണിഫോം ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടോ യൂണിഫോം ഇട്ട്. നീയക്കുട്ടിക്കാണെങ്കിൽ കളർ ഡ്രസ്സാണ് കേട്ടോ. ഇത് മാത്രം കാണുന്നില്ലല്ലോ, ബുക്കുകളൊന്നും കൊണ്ടുപോകണില്ലല്ലോ. ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഓലെ ഞങ്ങൾ ബസ്സൊക്കെ കയറ്റി പറഞ്ഞയച്ചു കേട്ടോ. സ്കൂൾ ബസ്സിലാണ് ഓല് പോവല്. അങ്ങനെ ഓല് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ അങ്കത്തട്ടിൽ തന്നെ വന്നതാണ് കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ നിരന്ന് കിടന്നിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഒതുക്കി വെച്ച്. പിന്നെ ബീഫ് ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് വലിയൊരു തെളിവില്ല, എന്നാൽ മഴയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഞാൻ വേഗം ബീഫ് സെറ്റാക്കിട്ടോ. പിന്നെയാണ് നമുക്ക് വിരുന്നാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചതിന്. അപ്പോൾ 2 ആളുള്ളൂ കേട്ടോ, കുറേ ആളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ചിക്കനും ഉണ്ടേനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലുള്ള ചിക്കന് കറിയും വെക്കുക, ബീഫ് വരട്ടും ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അപ്പുറത്തെ ചാനലിൽ മുരിങ്ങ കണ്ടീനിയോ? അപ്പോൾ ഞാനിന്ന് ബീഫ് വരട്ടും മുരിങ്ങ താളിപ്പും വെറുംചോറും വെക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കേനി കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ചിക്കനും ഫ്രിഡ്ജിലുണ്ടായിനി, ബീഫ് പിന്നെ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്നാൽ ബീഫ് വരട്ടും ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പ്ലാന് മാറ്റിയത് കേട്ടോ. അപ്പം ഞാൻ വേഗം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ജനുമോനെ ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ വേഗം പിന്നെ അടുക്കളത്തെ പണികൾ എടുത്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അടുപ്പത്തുള്ള ഗ്യാസുമ്മേൽ എത്തിയത് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ. അതിൽ പിന്നെ ഞാൻ വേഗം എടുത്തു വന്നിട്ട് ഗ്യാസുമ്മ വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ കറിയും വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ ഇൻഡസ്വാലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എളുപ്പം വെന്ത് കിട്ടും കേട്ടോ സംഗതി. ചുവട് കട്ടിൽ നല്ല അടിപൊളി പാത്രമാണ് ഇൻഡസ്വാലിൻ്റെ. അപ്പം ഞാൻ പെട്ടെന്നൊക്കെ കുക്കാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതുപോലത്തെ ഇൻഡസ്വാലിൻ്റെ പാത്രങ്ങൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ വാങ്ങിക്കാം. പിന്നെ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ പേരായ ബുഷിറ കൂടെ തന്നെ 12 കൂടി കൂട്ടിക്കാണ്ട് നിങ്ങൾ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അത് നിങ്ങൾ ഇൻഡസ്വാലിൻ്റെ ഏത് പാത്രം വാങ്ങുകയാണെങ്കിലും എപ്പോൾ വാങ്ങുകയാണെങ്കിലും ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ചെറിയൊരു മഴ കഴിഞ്ഞ് വീണ്ടും വെയിലായി, പിന്നെ വീണ്ടും മഴയായി. എന്നുപോലും തമ്മിലിങ്ങനെ ഷിഫ്റ്റ് എടുക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻഡസ്വാലിൻ്റെ പാത്രമാകുമ്പോൾ അതാ ഇങ്ങനെ അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. കണ്ടോ, നല്ല ചുവട് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇതാക്കുമ്പോൾ പൊടികളൊന്നും കരിഞ്ഞ് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനേ വേഗം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും കൂടി റെഡിയാക്കി ഞാൻ നെയ്ച്ചോറ് വെക്കാൻ നിന്നപ്പോഴേക്കും സെനുമോൻ എണീച്ച് വന്നിക്കണ് കേട്ടോ. ഇനിയിപ്പോൾ ഓനെയും വെച്ചിട്ട് വേണം നമുക്ക് വേഗം ഒന്ന് ചോറും കൂടി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ചോറ് പിന്നെ ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. അപ്പുറത്തെ അടുപ്പത്ത് വേഗം നെയ്ച്ചോറും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരിത്തിരി ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ സ്പൈസസൊക്കെ ഇട്ടൊന്ന് നമ്മുടെ പട്ട ഗ്രാമ്പു ഇലക്കൊക്കെ ഇട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അളന്ന് വെച്ച അരിയല്ലല്ലോ വെള്ളമൊക്കെ ചേർത്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മൾ അരിയൊക്കെ ഇട്ടെടുത്ത് അതങ്ങോട്ട് വേവിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇനി ആ പാത്രത്തിൻ്റെ ലിങ്ക് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. അത് ഹോൾട്ടൻ്റെ പാത്രമാണ്, പക്ഷെ ഞാനത് ഓൺലൈനിലൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിക്കണം കേട്ടോ.
അപ്പോൾ ഫുഡൊക്കെ റെഡി ആയപ്പോൾ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇനി പോലെ വന്നാലും വേണ്ടില്ല, എല്ലാം റെഡി ആയല്ലോ. പിന്നെ ചിക്കൻ കറി റെഡി ആയിക്കണ്. പിന്നെ 2 ആളുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ചിക്കൻ കറി ആയാലും കുഴപ്പമില്ല. പിന്നെ ബീഫ് ഞാനൊന്ന് പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ കൊണ്ടുപോയിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ഞാനതൊന്ന് തൂമിച്ചൊക്കെ എടുത്ത് വരട്ടിയെടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഉൾക്ക് വന്നപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര മിക്സിയിൽ അടിച്ചതേനു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തന്നെ. അങ്ങനെ ഓലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയതിൻ്റെ ശേഷം പിന്നെ സെനുമോന് നല്ലൊരു കുളിയും പിന്നെ ഒരു ഉറക്കവും ഒക്കെ പാസ്സാക്കിട്ടോ. അപ്പോൾ സെനുമോൻ്റെ തൊട്ടിലിൻ്റെ കോലം കണ്ടെങ്കിൽ നേരെ നിൽക്കുന്ന വടി ഇക്കോലത്തിൽ വളച്ച് വെച്ചത് ആരാണാവട്ടോ. കുട്ടികളാരൊക്കെ അന്ന് കുടിരിക്കലിൻ്റെ സമയത്തൊക്കെ ആടിങ്ങാണ്ടോ ഒരു പിടിച്ച് വലിച്ചതൊക്കെയാണ് കേട്ടോ. പിന്നുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ അജു ചെറുതായിനൊന്ന് വാങ്ങി തൊട്ടില്ല കമ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അജു കഴിഞ്ഞു, നിയമോള് കഴിഞ്ഞു, സെനുമോനായി. അപ്പം ഇനിയിപ്പോൾ ഇനിയെങ്കിലും കേടന്നിട്ടില്ലെങ്കിൽ അതിലൊരു ഇതില്ലല്ലോ. ഇനിയിപ്പോൾ കേടന്നാലും വലിയൊരു സങ്കടമില്ല, അത് നിർത്താൻ പറ്റും തോന്നുന്നു കേട്ടോ. ഞാനിതുവരെ അതിനെ ശ്രമിച്ചു നോക്കിയിട്ടില്ല. ഇപ്പോൾ കമൻസിൽ ഓരോരുത്തരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഹോം ടൂർ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. ഞാനൊരുവിധം പണികളൊക്കെ ഇനിയും തീരാനുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഹോം ടൂർ ഇതുവരെ ചെയ്യാത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ ചെയ്യണം എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതിക്കോളി. എന്നാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോ അതിൻ്റെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഹോം ടൂറായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ എന്നോട് കമൻസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ഈ ഒരു അടുക്കളുടെ ജനലൊന്ന് അളവെടുത്ത് പറഞ്ഞുതരുമോ, സ്കെയിൽ കൊണ്ടൊന്ന് അളന്നിട്ട് പറഞ്ഞെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയലുണ്ട്. ഞാൻ കണക്കിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പുലിയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാനൊരു സ്കെയിലൊക്കെ എടുത്ത് ഏതായാലും ആൾ കുറേ ആയിട്ട് കമൻസ് ഇട്ട് ഇങ്ങനെ ചോദിക്കണതാണ്, എനിക്കതൊന്ന് വാങ്ങാനാണ്, ജനൽ വാങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്ക് ഞാൻ കമൻസിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടേനു. അത് ഒരു കണക്കിനനുസരിച്ചിട്ടാണ് പറഞ്ഞാൽ മതി. നമ്മൾ ആ ഒരു അടുക്കളക്ക് വെക്കണ ജനൽ ഒരുവിധം പണിക്കാർക്കൊക്കെ അറിയും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേനു. പക്ഷേ ആൾക്ക് അളവ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. കണക്കിൻ്റെ കാര്യത്തിൽ പിന്നെ പണ്ടേ ഞാൻ എലിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ കണക്കും കാര്യമൊന്നും എടുക്കാൻ വലിയ ഇതില്ല കേട്ടോ. പിന്നെ കുഞ്ഞുട്ടി വന്നിട്ട് ടാപ്പൊക്കെ എടുത്തിട്ട് അളന്ന് ശരിയാക്കി തന്നു കേട്ടോ. 1 മീറ്ററോ 1 മീറ്ററും അടിക്കണക്ക് അടി മതി. 3 അടി ആയിട്ടില്ല, 4 അടിയും 4.5 കൂട്ടാ അല്ലേ. 4.5 8 9 അങ്ങോട്ട് ലാസ്റ്റിലേക്ക് വേണ്ടേ. ഈ ജനൽ ഫുള്ളാണെങ്കിൽ 9 4.9 വീതി ജനലിന്റെ ഉള്ളളവാട്ടോ 2.5 അടി ഉള്ളടി. അപ്പൊ ഇവിടെ വരുമ്പോ അപ്പോൾ കുഞ്ഞുട്ടി വന്നിട്ട് അങ്ങനെ കളവെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച ആളെ സംശയം മാറി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേറെ കുറച്ച് നീളം കുറഞ്ഞ ജനലാണെങ്കിലും 4 കള്ളിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് വീതിക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.